ഹായ്, ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷോപ്പിഫൈയുടെ സെറ്റിംഗ്സ് പേജസ് ഒക്കെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഷോപ്പിഫൈയുടെ അക്കൗണ്ട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഷോപ്പിഫൈ ഡാഷ്ബോർഡൊക്കെ ഇങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ പാർട്ടിൽ നമ്മൾ കൂടുതലും ഈ സെറ്റിംഗ്സ് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം, സെറ്റിംഗ്സിലെ ഡിഫോൾട്ട് ആയിട്ടുള്ള സെറ്റിംഗ്സ് ഒക്കെ മാറ്റിയിട്ട് നമ്മളേതായിട്ടുള്ള രീതിയിൽ നമ്മുടെ സ്റ്റോറിൻ്റെ സെറ്റിംഗ്സ് ഒക്കെ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷമാണ് പ്രോഡക്ട്സ് ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം ഈ കളക്ഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കസ്റ്റമൈസേഷനിലോട്ട് പോകേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഈ ഷോപ്പിഫൈയുടെ ഡാഷ്ബോർഡിൽ വന്നതിന് ശേഷം ആദ്യം സെറ്റിംഗ്സ്, ഈ ലെഫ്റ്റ് സൈഡിലുള്ള സെറ്റിംഗ്സ് ഓപ്ഷൻ എടുത്തതിന് ശേഷം ആദ്യം നമ്മൾ പോകേണ്ടത് ജനറലിലോട്ടാണ്. ജനറലിൽ പോയതിന് ശേഷം ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് മൈ സ്റ്റോർ എന്നായിരിക്കും നമ്മൾ കാണുന്നത്. അത് മാറ്റിയതിന് ശേഷം നമ്മളിവിടെ നമ്മുടേതായിട്ടുള്ള സ്റ്റോർ നെയിം നമ്മളിവിടെ കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഷെനിക എന്ന് പറഞ്ഞൊരു പേരാണ് കൊടുക്കുന്നത്. ഇത് ആക്ച്വലി നമ്മളിവിടെ ഈ ട്യൂട്ടോറിയൽസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഡൊമൈനാണ്. അപ്പോൾ അത് നമ്മൾ ആ ഒരു ഡൊമൈൻ തന്നെയാണ് ഞാൻ ഇതിനകത്തും കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റോർ നെയിം കൊടുക്കുക. അതിനുശേഷം നമ്മൾ അഡ്രസ്സ്, ബില്ലിംഗ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക. നമ്മൾ ലീഗൽ നെയിമൊക്കെ ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം സ്റ്റോറിൻ്റെ കറൻസി ഡിസ്പ്ലേ കൊടുക്കുക. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഈ സ്റ്റോർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇന്ത്യൻ സ്റ്റോറായിട്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ പുറത്തുള്ള സ്റ്റോർ ആണെങ്കിൽ, ഇപ്പോൾ US സ്റ്റോർ ആണെങ്കിൽ കറൻസി നിങ്ങൾക്ക് ഇപ്പം ഇന്ത്യൻ റുപ്പീസിലാണ് കിടക്കുന്നതെങ്കിൽ അതിനെ മാറ്റിയിട്ട് US ഡോളർ ആക്കുക. ഈവൻ അത് നിങ്ങളിപ്പോൾ ഏതാണോ ബാക്കപ്പ് റീജിയൻ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് കറൻസി മാറും. ഇപ്പോൾ നമുക്ക് ബാക്കപ്പ് റീജിയൻ സെലക്ട് ചെയ്ത് ഇന്ത്യ ആയതുകൊണ്ടാണ് ഇവിടെ ഇന്ത്യൻ റുപ്പി വന്നത്. അതിനുശേഷം യൂണിറ്റ് സിസ്റ്റം മാറ്റുക, അത് മെട്രിക് സിസ്റ്റം ആക്കുക. ഡിഫോൾട്ട് വെയിറ്റ് കിലോഗ്രാം, പിന്നെ ടൈം സോൺ. അപ്പോൾ നിങ്ങളുടെ ഏതാണോ കൺട്രി അത് ബേസ്ഡ് ആയിട്ടുള്ള ടൈം സോൺ വെക്കണം. എക്സാക്ട്ലി ആ ടൈം സോൺ വെക്കണം. അപ്പോൾ ആ ടൈം സോൺ ബേസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഡേറ്റും ടൈമൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ടൈം സോൺ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് കൺട്രി ആണെന്നുള്ളതിൽ അത് വെക്കുക. പിന്നെ എൻ്റെ ഓർഡർ ID കൊടുക്കുമ്പോൾ പ്രിഫിക്സ് സഫിക്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഓൾറെഡി അതിനകത്ത് ഞാൻ ഇപ്പോൾ പ്രിഫിക്സും സഫിക്സും കൊടുത്തില്ലെങ്കിൽ ആക്ച്വലി നമ്മളുടെ ഓർഡേഴ്സ് ഇങ്ങനെ ആയിരിക്കും കാണുക. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു സ്റ്റോർ നെയിം ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്രിഫിക്സും അതിൻ്റെ വേണമെങ്കിൽ സഫിക്സ് കൊടുക്കാം. അപ്പോൾ യൂഷ്വലി ഇപ്പോൾ ഇനിഷ്യൽ ഓർഡേഴ്സൊക്കെ ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഇതൊരു പുതിയ സ്റ്റോറാണെന്നുള്ള കാര്യം തോന്നത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമുക്ക് പ്രിഫിക്സും സഫിക്സ് ഒക്കെ ചെയ്ത് വയ്ക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങനെയാണെന്ന് ചെയ്യാം. പിന്നെ ഓർഡർ പ്രോസസ്സിങ്ങിൻ്റെ ഓപ്ഷനിൽ ഡോണ്ട് ഫുൾഫിൽ എനി ഓർഡേഴ്സ് ഐറ്റംസ് ഓട്ടോമാറ്റിക്കലി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നമ്മളിപ്പം വരുന്ന ഓർഡറെല്ലാം ഓട്ടോമാറ്റിക്കലി ഫുൾഫിൽ ആവാതെ നമ്മളുടെ മാനുവൽ ഇൻട്രോവേഷനും കൂടെ ചെയ്യുന്ന നമുക്ക് ഓർഡർ പ്രോസസ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ. അത് ഓൺ ആക്കുക. വേറെ എല്ലാം ഡീഫോൾട്ടായിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി അടുത്ത് വരുന്നത് പ്ലാനാണ്. ഇപ്പോൾ പ്ലാനിൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള പ്ലാൻ ഏതാണോ നിങ്ങളുടെ ഷോപ്പിഫൈയിൽ സെലക്ട് ചെയ്തിട്ടുള്ള പ്ലാൻസിൻ്റെ കാര്യങ്ങൾ കാണിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും അഡീഷണൽ സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇവിടെ കാണിക്കും. പിന്നെ നിങ്ങൾക്ക് പ്ലാൻ ക്യാൻസൽ ചെയ്യണമെങ്കിലും ഈ ഒരു ഓപ്ഷനിലോട്ടാണ് വരുന്നത്. നിങ്ങളിപ്പോൾ ഷോപ്പിഫൈ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അഥവാ നിങ്ങളിപ്പോൾ സ്റ്റോറൊന്ന് മുന്നോട്ട് പോവാതിരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് ഒന്ന് പോസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ വന്നതിന് ശേഷം ക്യാൻസൽ പ്ലാൻ കൊടുക്കുക. അല്ലെങ്കിൽ ഷോപ്പിഫൈ ഓരോ മന്ത് കഴിയുന്തോറും അതിൻ്റെ പ്ലാൻസിൻ്റെ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്ത് നിങ്ങളിൽ നിന്ന് ക്യാഷ് എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോർ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പോസ് ചെയ്യണമെങ്കിൽ വന്നിട്ട് ക്യാൻസൽ പ്ലാൻ കൊടുക്കുക. ക്യാൻസൽ പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ ഷോപ്പിഫൈ സ്റ്റോർ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിൽ ക്യാൻസൽ ആവും. പക്ഷേ നിങ്ങൾക്ക് വിത്തിൻ 2 years ഏത് ടൈമിൽ വേണോ നിങ്ങൾക്ക് തിരിച്ചെടുക്കാനുള്ള ഒരു ഓപ്ഷനും ഷോപ്പിഫൈ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങൾക്ക് ബിസിനസ് പോസ് ചെയ്യണമെങ്കിൽ ഇവിടെ പ്ലാനിനകത്ത് വന്നതിന് ശേഷം ക്യാൻസൽ പ്ലാൻ കൊടുക്കുക. അപ്പോൾ അതാണ് ഇവിടുത്തെ പ്ലാനിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ അടുത്ത് വരുന്നത് ബില്ലിംഗ് ആണ്. ബില്ലിങ്ങിലാണ് എക്സാക്ട്ലി നിങ്ങളുടെ ബില്ലിംഗ് മെത്തേഡ്സ് കാണുന്നത്. നിങ്ങൾ UPI ആണോ ക്രെഡിറ്റ് കാർഡാണോ കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ ബിൽസ്, എക്സാക്ട്ലി ഉള്ള മന്ത്ലി ബിൽസ് ഇവിടെ വരും. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ബിൽസിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ ബില്ലിംഗ് പ്രൊഫൈലിൽ വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇവിടെ ഇന്ത്യയിലാണെങ്കിൽ നിങ്ങളുടെ GST ആഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഷോപ്പിഫൈയുടെ ബില്ലിൽ 18% GST ഇൻപുട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ബില്ലിംഗ് പ്രൊഫൈൽ വന്നതിന് ശേഷം നിങ്ങളുടെ GST നമ്പർ ഇവിടെ ആഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാക്ട്ലി നിങ്ങൾക്ക് GST ഇൻപുട്ട് കിട്ടും. ഇതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് മന്ത്ലി ബില്ല് ഇൻവോയ്സ് വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻപുട്ട് അവിടെ GST ഇൻപുട്ട് വരും. അപ്പോൾ അത് GST ആഡ് ചെയ്യാൻ ഇവിടെയാണ് വരുന്നത്. അത് മറക്കാതെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് GST ഉണ്ടെങ്കിൽ GST ഇൻപുട്ട് ഇവിടെ കിട്ടും. അടുത്ത് വരുന്നത് യൂസേഴ്സ് ആണ്. യൂസേഴ്സ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ ഒരു ഫസ്റ്റത്തെ ഒരു സൂപ്പർ അഡ്മിൻ യൂസർ ഇവിടെ ഉണ്ട്. നമുക്ക് ഇനിയും യൂസേഴ്സിനെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബേസിക് പ്ലാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ ഒരു ബേസിക് പ്ലാനിൽ നിങ്ങൾക്ക് 2 സ്റ്റാഫ് അക്കൗണ്ട്സ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് സ്റ്റാഫ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഓക്കെ നമ്മൾ ബേസിക് പ്ലാനിൽ ആക്ച്വലി സ്റ്റാഫ് അക്കൗണ്ട് ഇല്ല. ഞാൻ മറ്റേ അഡ്വാൻസ് പ്ലാനിലാണ് സ്റ്റാഫ് അക്കൗണ്ട് ഉള്ളത്. ഇപ്പോൾ ഉണ്ടോ യുവർ കറണ്ട് പ്ലാൻ ഡസ് നോട്ട് സപ്പോർട്ട് എനി സ്റ്റാഫ് അക്കൗണ്ട്സ്. ഇപ്പോൾ നിങ്ങൾക്ക്
ആക്ച്വലി ഇവിടെ നിങ്ങളുടെ ഒരു യൂസർ മാത്രമേ ഇവിടെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റൂ. നിങ്ങൾക്ക് ബേസിക് പ്ലാൻ ആണെങ്കിൽ. ഞാൻ അത് വിട്ടുപോയി, ഞാൻ മറന്നുപോയി. ഞാൻ വിചാരിച്ചു ബേസിക്കലി 2 ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത് നേരത്തെ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാഫ് അക്കൗണ്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഷോപ്പിഫൈ പാർട്ട്ണർ എന്ന് പറഞ്ഞ ഒരു ഇതിൽ സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്തതിന് ശേഷം ഡിഫറെൻറ്റ് മെയിൽ വെച്ച് സൈനപ്പ് ചെയ്യുക. ഡിഫറെൻറ്റ് മെയിൽ വെച്ച് സൈനപ്പ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഈ സ്റ്റോറിനെ ഈ ഷോപ്പിഫൈ പാർട്ണറിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ഷോപ്പിഫൈ പാർട്ണറിനകത്ത് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എത്ര വേണോ യൂസേഴ്സിനെ ആഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ കൊളീഗ്സ്, സ്റ്റാഫ്, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഒരു ഈവൻ വേറൊരു ഏജൻസിക്ക് കൊടുക്കുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് കൊടുക്കാം. പക്ഷെ നിങ്ങളുടെ സ്റ്റാഫുകൾ ആഡ് ചെയ്യണം. നിങ്ങൾക്ക് 4-5 സ്റ്റാഫ് ഉണ്ട്, അവർക്ക് എല്ലാവർക്കും ഷോപ്പിഫൈ ആക്സസ് കൊടുക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഷോപ്പിഫൈ ബേസിക് പ്ലാൻ എടുത്തിട്ട് ഷോപ്പിഫൈ പാർട്ണർ ആക്സസ് വേറെ രജിസ്റ്റർ ചെയ്യുക, വേറെ മെയിൽ വെച്ച് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഈ സ്റ്റോറിനെ ഷോപ്പിഫൈ പാർട്ണറിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് അതുവഴി നിങ്ങൾ കൊടുക്കുക. ഓക്കെ, പിന്നെ ഇവിടെ തന്നെ നിങ്ങൾക്ക് റോൾസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഡീഫോൾട്ടായിട്ട് ഇത്രയും റോൾസുകൾ ഉണ്ടാവും ഇവിടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമായിട്ട് തന്നെ ഒരു ആഡ് റോൾ കൊടുക്കാം. ഇപ്പോൾ പർട്ടിക്കുലർ ആയിട്ട് നിങ്ങൾക്ക് ഒരു യൂസേഴ്സിനെ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പാർട്ട്നേഴ്സിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ, എക്സാക്ട്ലി പാർട്ട്നേഴ്സിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഏതൊക്കെ നിങ്ങളുടെ ഡാഷ്ബോർഡ് ഏതിൻ്റെയൊക്കെ ആക്സസ് കൊടുക്കണം എന്നുള്ള എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ഇവിടെ ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ആക്സസ് അവർക്ക് വേണ്ടത് അത് മാത്രം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ രീതി ചെയ്യാൻ പറ്റും. പിന്നെ സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കൊളാബറേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ സ്വന്തം പാർട്ണർ ആയാലും പാർട്ണർ ആക്സസ് ആയാലും, അല്ലെങ്കിൽ നിങ്ങൾ വേറെ പുറത്ത് ഏജൻസിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർക്കറ്റിംഗ് ടീമിനോ അല്ലെങ്കിൽ ഫ്രീലാൻസേഴ്സിനോ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ കൊളാബറേറ്റർ കോഡ് നിങ്ങൾക്ക് വേണം. മീൻസ് ഇതാണ് 8924 ആണ് ഇതിൻ്റെ കോഡ്. അപ്പോൾ ഈ കോഡും കൂടെ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പാർട്ണർ ആക്സസ് ആഡ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ സ്റ്റോർ എക്സാക്ട്ലി ഒരു മാർക്കറ്റിംഗ് ഏജൻസിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫിനൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പാർട്ണർ ആക്സസ് വഴിയേ നിങ്ങൾ ചെയ്യാവൂ. കാരണം നിങ്ങളുടെ മെയിൻ സൂപ്പർ അഡ്മിൻ്റെ യൂസർ നെയിം പാസ്വേഡ് ആർക്കും കൊടുക്കല്ലേ. കാരണം അത് കിട്ടിക്കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്കുള്ള കംപ്ലീറ്റ് സെറ്റിങ്സ്, നിങ്ങളുടെ സ്റ്റോറിൻ്റെ ഡീറ്റെയിൽസ്, കസ്റ്റമർ ഡീറ്റെയിൽസ് എല്ലാം അവർക്ക് ഡൗൺലോഡ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ എക്സാക്ട്ലി ഒരു ആളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ടീമുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സാക്ട്ലി അവിടെ യൂസേഴ്സിൻ്റെ റോൾസ് മാത്രം ആക്സസ് ചെയ്ത് അതിൻ്റെ അസൈൻ മാത്രം ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ സ്മൂത്തായിട്ട് എന്നത് ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റും. എത്ര പേരെ വേണോ നിങ്ങൾക്ക്, ഞാൻ ഈ പറഞ്ഞതുപോലെ പാർട്ണർ ആക്സസ് ആണെങ്കിൽ നമുക്ക് എത്ര പേരെ വേണോ നമുക്ക് ആഡ് ചെയ്യാനും പറ്റും. ഓക്കെ, ആ രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. ഇനി അടുത്ത് വരുന്നത് പേയ്മെൻറ്റ്സ് ആണ്. പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോറിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന പേയ്മെൻറ്റ്സ് ഏതൊക്കെ മെത്തേഡ്സ് വഴിയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്കിപ്പോൾ കാണാൻ പറ്റും സപ്പോർട്ടഡ് പേയ്മെൻറ്റ് മെത്തേഡ്സ് കാണാൻ പറ്റും. ഇപ്പോൾ ചൂസ് പ്രൊവൈഡർ ഇല്ല ഇവിടെ. ഇത് ചൂസ് പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ ഈ പ്രൊവൈഡർ വഴി നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ചോദിക്കുന്നത്. മേ ബി അതിൽ നമ്മളുടെ എല്ലാ പ്രൊവൈഡേഴ്സിനെയും അവിടെ കാണിക്കണമെന്നില്ല. ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് പ്രൊവൈഡേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ റൈസപ്പേ ഡയറക്റ്റ്, പക്ഷേ റൈസപ്പേയുടെ ഡയറക്റ്റ് എന്ന് പറഞ്ഞ സാധനം വരുന്നത് നമ്മളുടെ എക്സാക്റ്റ് ആയിട്ടുള്ള റൈസപ്പേയുടെ ഇതല്ല ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങളിവിടെ സെലക്ട് ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന ഓപ്ഷനിലാണ് വരേണ്ടത്. ഇവിടെ വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ബൈ പ്രൊവൈഡർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റൈസപ്പേ, ഇവിടെ നിങ്ങൾക്ക് ഇതാണ് എക്സാക്ട്ലി റൈസപ്പേ. ഇപ്പോൾ UPI കാർഡ്സ്, വാലറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന റൈസപ്പേ വരുന്നത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് വേണം ആഡ് ചെയ്യാൻ. ഇപ്പോൾ ഫോൺ പേ ആണെങ്കിലും ഇങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ പേയിൽ ഇവിടെ ആഡ് ചെയ്യണമെങ്കിൽ ആക്ച്വലി നിങ്ങൾ റൈസപ്പേയിൽ ഫോൺ പേയിൽ ആദ്യം ഒരു അക്കൗണ്ട് എടുക്കണം. അതിനുശേഷമാണ് ഇവിടെ വന്ന് ആഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെ രീതിയിൽ ഇവിടെ ആഡ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ പുറത്തുള്ള സ്റ്റോറൊക്കെ ആണെങ്കിൽ സ്ട്രൈപ്പ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവും. ഓരോ കൺട്രിയിലും അവിടുത്തെ ഒരു അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള പേയ്മെൻറ്റ് ഗേറ്റ്വേസ് എല്ലാം ആഡ് ചെയ്യണമെങ്കിൽ ആക്ച്വലി ഇവിടെയാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് വേണ്ടത് ആക്ച്വലി അടുത്തൊരു സെറ്റിങ്സ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ക്യാപ്ചർ മെത്തേഡ് എന്ന സെറ്റിങ്സ് ആണ്. ഓട്ടോമാറ്റിക്കലി ചെക്കൗട്ട് ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്ത് വെച്ചാൽ മതി. അടുത്തുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഇപ്പോൾ എസ്പെഷ്യലി ഇന്ത്യ പോലത്തെ കൺട്രീസിൽ നമുക്ക് ആഡ് ചെയ്യുന്ന ഒരു പേയ്മെൻറ്റ് മെത്തേഡാണ് ക്യാഷ് ഓൺ ഡെലിവറി. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഡീഫോൾട്ടായിട്ട് ഒരു ക്യാഷ് ഓൺ ഡെലിവറി ആഡ് ചെയ്യണമെങ്കിൽ ആക്ച്വലി ഇവിടെ ഒരു ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഈ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു ക്യാഷ് ഓൺ ഡെലിവറിയുടെ ഓപ്ഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ ഇത് ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിക്കാം. ഇപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി മേ ബി നിങ്ങളിപ്പോൾ ഫസ്റ്റ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ഡീഫോൾട്ടായിട്ട് ഒരു ഷോപ്പിഫൈ തരുന്ന ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം മാനുവൽ പേയ്മെൻറ്റ് മെത്തേഡ് ക്യാഷ് ഓൺ ഡെലിവറി ഓൺ ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഇതേപോലത്തെ അഡീഷണൽ ഡീറ്റെയിൽസ് ചോദിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഡീറ്റെയിൽസ്, ഇപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യുമ്പം തന്നെ യൂസേഴ്സിന് കാണാൻ പറ്റുന്ന ഒരു മെസ്സേജ് നമുക്കിവിടെ വയ്ക്കാം. 1 to 2 days പ്രോസസ്സിംഗ് ടൈം, ഷിപ്പിംഗ് ഇൻ 5 to 7 വർക്കിംഗ് ഡേയ്സ് എന്ന് വയ്ക്കാം. അടുത്ത പേയ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻ, വൺസ് അവർ പേയ്മെൻറ്റ് അത് സെലക്ട് ചെയ്ത് അതായത്
COD ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം അവർക്ക് കാണുന്ന ഒരു മെസ്സേജ് ഉള്ള പേയ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ഈ രീതി വെക്കാം. എന്നിട്ട് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആക്ടിവേറ്റ് ചെയ്യാം. ഇത് ഷോപ്പിഫൈ തരുന്ന ഡീഫോൾട്ട് ആയിട്ടൊരു ക്യാഷ് ഓൺ ഡെലിവറി മെത്തേഡാണ്. അപ്പോൾ ഈ മെത്തേഡ് വഴി നിങ്ങൾക്ക് ഇപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറിക്ക് ഒരു അഡീഷണൽ ആയിട്ടൊരു 50 റുപ്പീസോ അല്ലെങ്കിൽ 100 റുപ്പീസോ ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആക്ച്വലി ഈ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷനിൽ പറ്റില്ല. അപ്പോൾ അതിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ആപ്പ് ഷോപ്പിഫൈയിൽ ഇൻസ്റ്റാൾ ചെയ്യണം. നേരത്തെ ഷോപ്പിഫൈയുടെ ഈ അഡ്വാൻസ് ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഷോപ്പിഫൈ ഒരു 4-5 മാസം മുമ്പ് ആ ഒരു ആപ്പിനെ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ ഇതിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന വേറെ ആപ്പ് സ്റ്റോറിലുണ്ട്. അപ്പോൾ അതിൽ ഷോപ്പിഫൈ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ആപ്പ് ക്വിക്ക് COD എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ അഡ്വാൻസ് ക്യാഷ് ഓൺ ഡെലിവറിന് അഡ്വാൻസ് ഓപ്ഷൻസ് സെറ്റിംഗ്സ് ഒക്കെ അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. മേ ഞാൻ പറഞ്ഞ പോലെ അഡീഷണൽ ഒരു എമൗണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഓർഡേഴ്സ് നമുക്ക് ചാർജ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി വേണ്ട എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഓപ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ പിന്നെ അഡീഷണൽ ഡിസ്കൗണ്ട്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്യാൻ പറ്റും. അത് നമുക്ക് അങ്ങോട്ടുള്ള പാർട്ടിൽ അത് ഡിസ്കസ് ചെയ്യാം, ആ ഒരു പേയ്മെൻറ്റ് ആ ഒരു ആപ്പിനെ കുറിച്ച്. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഡിഫോൾട്ടായിട്ട് ഇവിടെ വെച്ചിരുന്നാൽ മതി. അടുത്ത് വേണ്ടത് ചെക്കൗട്ടാണ്. ഇപ്പോൾ ചെക്കൗട്ട് വരുമ്പോഴാണ് ആക്ച്വലി നമുക്കിവിടെ 2-3 കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ ആക്ച്വലി ഇപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുന്നത് ഇപ്പോൾ മേ ബി ചെക്കൗട്ട് കസ്റ്റമർ കോൺടാക്ട് മെത്തേഡ് എന്ന് പറയുന്നത് ഫോൺ നമ്പറോ ഇമെയിൽ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ അവിടെ മാറ്റിയിട്ട് നമ്മൾ ഇമെയിൽ തന്നെ കൊടുക്കുക. കാരണം നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കസ്റ്റമറിൻ്റെ ഇമെയിൽ നമ്മൾ കളക്ട് ചെയ്യേണ്ട ആവശ്യമാണ്. ഇപ്പോൾ ഫോൺ നമ്പറും കളക്ട് ചെയ്യണം, പക്ഷേ ഇമെയിലും കൂടെ നമ്മൾ കളക്ട് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. നമുക്ക് മേ ബി അതൊരു ഇമെയിൽ ഓട്ടോമേഷൻസ് അബണ്ടന്റ് കാർഡ്സിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ ഇമെയിൽ തന്നെ കൊടുക്കുക. പിന്നെ കസ്റ്റമർ ഇൻഫർമേഷൻ്റെ അവിടെ വരുമ്പോൾ റിക്വയർഡ് ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം കൊടുക്കുക. കമ്പനി നെയിം അത് വേണമെന്നില്ല. അഡ്രസ് ലൈൻ 2 വരുമ്പോൾ അത് റിക്വയർഡ് ആയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഓപ്ഷനിലും വേണമെങ്കിൽ കൊടുത്താൽ കുഴപ്പമില്ല. മേ ബി കസ്റ്റമേഴ്സിന് കൂടുതൽ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഫോംസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ എൻട്രി ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഓപ്ഷനിൽ കൊടുത്താലും മതി. അടുത്തുള്ളത് ഷിപ്പിംഗ് അഡ്രസ് ഫോൺ നമ്പറാണ്. അത് ഡീഫോൾട്ടായിട്ട് അത് ചിലപ്പോൾ നോട്ട് ഇൻക്ലൂഡഡ് എന്നായിരിക്കും കാണുന്നത്. അത് നിങ്ങൾക്ക് റിക്വയർഡ് ആയിട്ട് തന്നെ കൊടുക്കുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് കൊടുത്തില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറിൻ്റെ ഈ അഡ്രസ്സ് എൻ്റർ ചെയ്യുമ്പോൾ അവർക്ക് ഫോൺ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കാണില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇത് ഡീഫോൾട്ട് ചിലപ്പോൾ നിങ്ങൾ സ്റ്റോർ തുടങ്ങുന്ന സമയത്ത് ഡീഫോൾട്ടായിട്ട് ഇത് ഓഫായിരിക്കും കിടക്കുന്നത്. ഡോണ്ട് ഇൻക്ലൂഡ് എന്നായിരിക്കും കിടക്കുന്നത്. അതിനെ റിക്വയർഡ് ആക്കുക. ഓക്കെ, ബാക്കിയെല്ലാം അതേപോലെ വയ്ക്കുക. വേറെ കാര്യങ്ങൾ ചേഞ്ചസ് ഒന്നുമില്ല. അതിനെ സേവ് ചെയ്യുക. പിന്നെ അടുത്ത് വരുന്നത് ചെക്കൗട്ട് കസ്റ്റമർ അക്കൗണ്ട്സ് ആണ്. കസ്റ്റമർ അക്കൗണ്ട്സ് നമുക്ക് ഇവിടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോ സൈൻ ഇൻ ലിങ്ക്സ് കൊടുക്കണ്ട. നമുക്ക് ആക്ച്വലി ഇവിടെ നമ്മൾ ഷോപ്പിഫൈ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ യൂഷ്വലി ഈ ഗസ്റ്റ് ചെക്കൗട്ട്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യാറ്. നമ്മൾ ഒരിക്കലും ഇപ്പം ഫേസ്ബുക്ക് ആഡ്സിൽ നിന്നൊക്കെ ഒരു ട്രാഫിക് വന്നതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഒരു ചെക്കൗട്ട് ചെയ്യുമ്പോൾ ഒരിടത്ത് ഒന്നുകൂടെ സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മേ ബി ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളിൽ നിന്ന് വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് വാങ്ങാനുള്ള കസ്റ്റമേഴ്സ് ഓക്കെ സൈനിങ്ങിൻ്റെ ഓപ്ഷനും കൂടെ കാണുമ്പോൾ മേ ബി അവർ വാങ്ങാനുള്ള ചാൻസസ് കുറവായിരിക്കും. ചിലപ്പോൾ അവർ അബണ്ടൻ്റ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഷോപ്പിഫൈയിൽ വരുമ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, എസ്പെഷ്യലി നിങ്ങളിപ്പോൾ ഈ മെറ്റ ആഡ്സ് ഒക്കെ ചെയ്ത് ഇമ്പൾസീവ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ് വരണമെങ്കിൽ നിങ്ങളുടെ ഈ കസ്റ്റമർ സൈനിങ്സിൻ്റെ സാധനം അത് ഓഫ് ചെയ്ത് വയ്ക്കുക. ആ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അല്ലാതെ ഗസ്റ്റ് ആയിട്ട് തന്നെ ചെക്കൗട്ട് ചെയ്ത് അവർക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെ വയ്ക്കുക. ഓക്കെ, അപ്പോൾ അത് ചെയ്യാനുള്ള ആപ്സുകളുണ്ട്. അതൊക്കെ മേ ബി നിങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ ഈ ക്വിക്ക് പാസ് എന്നൊക്കെ ആപ്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. മേ ബി ഒരു OTP സൈൻ ഇൻ ചെയ്ത് തന്നെ അവർക്ക് നമുക്ക് ഒരു അക്കൗണ്ട്സ് അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ വയ്ക്കുക. അതൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഇനിഷ്യലി തുടങ്ങുന്ന സമയത്ത് ഈ ഒരു ഗസ്റ്റ് ആയിട്ടുള്ള സൈൻ ഇൻ വെച്ചിട്ട് ഗസ്റ്റ് ആയിട്ടുള്ള ചെക്കൗട്ട് വെച്ച് പോകുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ കസ്റ്റമർ അക്കൗണ്ട്സിൽ അത് ഓഫ് ചെയ്യുക. ബാക്കിയുള്ള എല്ലാം ഡീഫോൾട്ടായിട്ട് നമ്മൾ വയ്ക്കുക. ഇനി അടുത്ത് വരുന്നത് ഷിപ്പിംഗ് ആൻഡ് ഡെലിവറിയാണ്. ഷിപ്പിംഗ് ആൻഡ് ഡെലിവറിയിലാണ് നമുക്ക് നമ്മുടെ പ്രോഡക്ട്സിൻ്റെ ഷിപ്പിംഗ് എവിടെ നിന്നാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ ഇതിനകത്ത് പ്രോഡക്ട്സ് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ നമുക്കിപ്പോൾ ഷിപ്പിംഗ് സോൺസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യ ഉണ്ട്, പിന്നെ ഇൻ്റർനാഷണൽ ഓണായി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇന്ത്യയിലുള്ള സ്റ്റോറിൽ നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ഇതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇന്ത്യ മാത്രമാണെങ്കിൽ ഇന്ത്യ മാത്രം തന്നെ നമുക്ക് വയ്ക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റാൻഡേർഡ് ഷിപ്പിംഗ് ചാർജസിന് മേ ബി നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ നമുക്ക് പ്രോഡക്ട്സിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ മേ ബി നമ്മളുടെ ഷിപ്പിംഗ് എല്ലാം ഫ്രീ ആണെങ്കിൽ ഇവിടെ ഫ്രീ ആയിട്ട് വയ്ക്കാം. അല്ലെങ്കിൽ മേ ബി നിങ്ങൾ ഷിപ്പിങ്ങിന് ചാർജ് ചെയ്യണമെങ്കിൽ ഇവിടെ ചാർജസ് ആഡ് ചെയ്യാം. ഓക്കെ,
അടുത്ത് വരുന്നത് സേവ് ചെയ്യുക. അതിനുശേഷം അടുത്ത് വരുന്നത് അടുത്ത് വരുന്നത് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സാക്ട്ലി നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ എക്സാക്റ്റ് ആയിട്ടുള്ള ടാക്സ്. ഇപ്പോൾ നമ്മളുടെ പ്രോഡക്ട്സിൻ്റെ GST ഒക്കെ സെറ്റിങ്സ് വരുന്ന ഏരിയ ആണ് ഇവിടെ. ഇപ്പോൾ ഇവിടെ നമുക്ക് ഷോപ്പിഫൈയുടെ കുറച്ച് ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷോപ്പിഫൈക്കകത്ത് ഒരിക്കലും നമുക്ക് ഇപ്പം നിങ്ങൾക്കൊരു 3-4 കാറ്റഗറി പ്രോഡക്ട്സ് ഉണ്ട്. ഇപ്പോൾ ഒരു കാറ്റഗറി പ്രോഡക്ട്സിന് 18% GST, ഒരു കാറ്റഗറി പ്രോഡക്ട്സിന് ഒരു 5% GST, ഒന്നിനൊരു 0% GST, അല്ലെങ്കിൽ ഒരു 10% GST എന്നുള്ള രീതിയിൽ വരാണെന്ന് വെച്ചോ. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻ ആക്ച്വലി ഷോപ്പിഫൈയിൽ സപ്പോർട്ട് ചെയ്യത്തില്ല. ഷോപ്പിഫൈയിൽ ഒറ്റ രീതിയിലുള്ള ഒരു GST ഉള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റൂ, ഇപ്പോൾ ഡീഫോൾട്ട് ആയിട്ടുള്ള സെറ്റിങ്സ്. അപ്പോൾ അങ്ങനെയുള്ള സെറ്റിങ്സ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് 2-3 കാറ്റഗറി ഉണ്ട് നിങ്ങളുടെ സ്റ്റോറിൽ, GST കാറ്റഗറി ഉണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള GST ആപ്സുകൾ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് വർക്കൗട്ട് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഷോപ്പിഫൈ ഡീഫാൾട്ട് ആയിട്ടുള്ള ടാക്സ് ആണ്. ഇത് ഓരോ കൺട്രി ബേസ്ഡ് ആയിട്ടുള്ള ടാക്സ് ആണ്. ഇപ്പോൾ നമുക്ക് വേറെ കൺട്രീസും നോക്കണ്ട. നമുക്കിപ്പോൾ ഇന്ത്യ മാത്രമാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയാണ് നമ്മളെ ബേസ് കൺട്രി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയുടെ ടാക്സ് സിസ്റ്റം നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ റീസെറ്റ് ടു ഡീഫോൾട്ട് ടാക്സ് കൊടുക്കുകയാണെങ്കിൽ ആക്ച്വലി നമ്മളിവിടെ ഇന്ത്യയിൽ നമ്മളിവിടെ ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ 18% GST ഉള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മൾ വിൽക്കണമെന്ന് വെക്കാം. ഇപ്പോൾ നമ്മളിവിടെ 18% GST ആക്കുക. എന്നിട്ട് നമ്മൾ GST എടുത്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളയാണ്. അപ്പോൾ കേരളത്തിൽ വരുമ്പോൾ നമുക്ക് സ്റ്റേറ്റ് ടാക്സും വരും, നമ്മളിപ്പോൾ സെൻട്രൽ ടാക്സും വരും, CGSTയും വരും. അപ്പോൾ നമ്മളിവിടെ ഇത് ആക്ച്വലി ഇത് കർണാടക ആയിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള അഡ്രസ്സ് ഇവിടെ കർണാടക ആയതുകൊണ്ടാണ് കർണാടക വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് അല്ലാതെ ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് ടാക്സ് വരുമ്പോൾ ആക്ച്വലി നമ്മളുടെ ഇന്ത്യയുടെ ഓൾ ഓവർ ഇന്ത്യ ടാക്സ് വരുന്നത് നമുക്ക് 18% ആണ് GST വരുന്നത്. അപ്പോൾ നിങ്ങൾ ഏതാണോ നിങ്ങളുടെ എക്സാക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്, GST എടുത്തിട്ടുള്ള സ്റ്റേറ്റ്, അവിടെ വരുമ്പോൾ നമ്മുടെ GST സ്പ്ലിറ്റ് ആവും. ഇപ്പോൾ 18 ആണെങ്കിൽ സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും സ്പ്ലിറ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ മാത്രം നിങ്ങൾ ആ സ്റ്റേറ്റ് വരുമ്പോൾ മാത്രം ഇവിടെ 9 എന്ന് കൊടുക്കുക. അതിനെ ഇവിടെ ആഡ് ടു 18% ഫെഡറൽ ടാക്സ് എന്ന ഓപ്ഷൻ കൊടുക്കുക. ബാക്കിയെല്ലാം ഡീഫോൾട്ടായിട്ട് നിങ്ങൾക്ക് IGST എന്നുള്ള 18% നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിവിടെ ടാക്സിൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. അടുത്ത് വരുന്നത് ലൊക്കേഷൻസ് ആണ്. ലൊക്കേഷൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള ഡീഫോൾട്ട് ആയിട്ടുള്ള നമ്മുടെ സ്റ്റോറിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ള കാര്യങ്ങളാണ്, ആക്റ്റീവ് ലൊക്കേഷൻസ് കാര്യങ്ങൾ. ഇനി അടുത്ത് വരുന്നത് ആപ്സ് ആൻഡ് സെയിൽസ് ചാനൽസ് ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് സെയിൽസ് ചാനൽസ് ഏതൊക്കെയുള്ളതാണ് നമ്മളിവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവിടെ ഓൺലൈൻ സ്റ്റോർ, ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് ഇമെയിലിൻ്റെ ഒരു ആപ്പ്, പിന്നെ പോയിന്റ് ഓഫ് സെയിൽ. അപ്പോൾ ഈ 2 സെയിൽസ് ചാനൽസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇപ്പോൾ ഏതെങ്കിലും ആപ്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ആക്ച്വലി ആ ആപ്സിൻ്റെ മന്ത്ലി ചാർജസ് എത്രയാണ്, ഫ്രീ ആണോ പെയ്ഡ് ആണോ, മന്ത്ലി ചാർജസ് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ഈ ഒരു ഓപ്ഷനിൽ കാണാൻ പറ്റും. ഇനി അടുത്ത് വരുന്ന ഡൊമൈൻസ് ആണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഡൊമൈൻ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ആക്ച്വലി നമുക്കിപ്പോൾ നമ്മുടെ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പിഫൈയുടെ ഡൊമൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ഇതാണ് ഷോപ്പിഫൈയുടെ പ്രൈമറി ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമ്മളൊരു മെയിൻ ഡൊമൈൻ, ഒരു .com-ഓ .in-ഓ ഡൊമൈൻ നമ്മൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഞാൻ ഇപ്പോൾ എക്സാക്ട്ലി ഒരു ഡൊമൈൻ ഇപ്പോൾ ആഡ് ചെയ്യാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ ഈ ഒരു പേരിൽ നമ്മളിപ്പോൾ ഒരു ഡൊമൈൻ നമ്മൾ ഉണ്ട്. ഇത് എക്സാക്ട്ലി നമ്മളിപ്പോൾ റൺ ചെയ്യുന്ന ഒരു ഡൊമൈൻ സ്റ്റോർ അല്ല, ഈ ട്യൂട്ടോറിയൽ പർപ്പസിന് വേണ്ടി ഞാൻ ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ഡൊമൈൻ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻസ് ഇപ്പോൾ ഷോപ്പിഫൈ തരുന്നുണ്ട്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഡൊമൈൻ വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും പ്രൊവൈഡറിൽ നിന്ന് വാങ്ങിച്ച ഒരു ഡൊമൈനെ നമുക്കിവിടെ കണക്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ കണക്ട് എക്സിസ്റ്റിംഗ് ഡൊമൈൻ കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഡൊമൈൻ ഇതിനു വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഡൊമൈൻ ഇവിടെ കണക്ട് ചെയ്യുകയാണ്. ആക്ച്വലി ഇപ്പം നിങ്ങളിപ്പോൾ ഈ എന്താ പറയുക, ഈ ഷോപ്പിഫൈ ഇത് ഡൊമൈൻ വാങ്ങുന്നത് ഈ ഗോഡാഡിയൊക്കെ ആണെങ്കിൽ ഗോഡാഡിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഷോപ്പിഫൈക്ക് ഉണ്ട്. നിങ്ങളിപ്പോൾ ഒരു ജസ്റ്റ് ഒരു അതിൻ്റെ ആ ഡൊമൈനിനെ ഗോഡാഡിയെ അടുത്ത ടാബിൽ ഓൺ ചെയ്ത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കണക്ഷനിൽ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റായിട്ട് കണക്ട് ആവും. ഇത് ഓൾറെഡി ഈ ഡൊമൈൻ ഞാൻ നേരത്തെ ഒരു സ്റ്റോറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷോപ്പിഫൈ ഡീറ്റെയിൽസ് ഓൾറെഡി അതിനകത്തുണ്ട്, അതിൻ്റെ DNSലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് കണക്ട് ആകുന്നത്. അല്ലെങ്കിൽ തന്നെ പെട്ടെന്ന് റിക്വസ്റ്റ് കൊടുത്താൽ മതി, അത് ഗോഡാഡിയായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് സിങ്ക്രണൈസ് ചെയ്ത് ഓട്ടോമാറ്റിക് കണക്ട് ആവും.
ഇപ്പം നിങ്ങളിപ്പോൾ വേറെ ഏതെങ്കിലും പ്രൊവൈഡേഴ്സ് നിന്ന് വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ നെയിം ചീപ്പോ അല്ലെങ്കിൽ ഹോസ്റ്റിംഗറോ അവിടെ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ മാനുവലി DNSൽ പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഇപ്പോൾ ഷോപ്പിഫൈയിൽ അത് ഇപ്പം ഗോഡാഡിയും ഷോപ്പിഫൈയും തമ്മിലുള്ള ഒരു ടൈപ്പാണ്. അപ്പോൾ അവർക്ക് മാത്രം ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻറ്റഗ്രേഷൻസ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എങ്കിലും നമുക്ക് സ്പീഡ് അത് കണക്ട് ചെയ്യാൻ പറ്റും. മറ്റേതാണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് DNSൽ പോയിട്ട് അവരുടെ IP അഡ്രസ്സും അതിൻ്റെ നെയിമും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വിത്തിൻ ഫ്യൂ മിനിറ്റ്സിനകത്ത് അത് കണക്ട് ചെയ്യാൻ പറ്റും. വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല അത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡൊമൈൻ കണക്ട് ആവുകയാണ്. ഡൊമൈൻ ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റ്സ് എടുക്കും അതിൻ്റെ TLS എല്ലാം കൂടെ കണക്ട് ആയി അതിൻ്റെ സെക്യൂർ ഡൊമൈനിലോട്ട് മാസ്ക് ചെയ്ത് വരാൻ വേണ്ടി. അപ്പോൾ അത് കണക്ട് ആവട്ടെ. ഇനി അടുത്ത് വേണ്ടത് നമ്മളെ കസ്റ്റമർ ഈവൻസ് ഒക്കെയാണ്. ഇതൊന്നും നമുക്ക് വലിയ ഓപ്ഷൻസ് ഇല്ല. നമുക്ക് ജസ്റ്റ് ഈ ഒരു തേർഡ് പാർട്ടി സർവീസസ് ഒക്കെ നോക്കുന്ന ഈ ഈവൻസ് നമ്മളിപ്പോൾ പിക്സൽസ് ഈ ഗൂഗിൾ ഡാറ്റയൊക്കെ മീൻസ് ഗൂഗിളിൻ്റെ അനലിറ്റിക്സ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്ന കാര്യത്തിലാണ്. നമുക്ക് കസ്റ്റമായിട്ട് പിക്സൽസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയാണ്. ഇപ്പോൾ നിങ്ങളത് ഇനിഷ്യൽ ടൈമിൽ ഇത് ചെയ്യണമെന്നില്ല. കാരണം ഇതിന് ഡീഫോൾട്ട് ആയിട്ടുള്ള ഷോപ്പിഫൈ തന്നെ ആപ്സുകളുണ്ട്. നമുക്ക് ഈ FBയുടെ പിക്സൽസും അല്ലെങ്കിൽ ഗൂഗിളിൻ്റെയോ ടിക്ടോക്കിൻ്റെയോ കണക്ട് ചെയ്യാനുള്ള ആപ്സുകൾ നമുക്ക് ഇതിനകത്തുണ്ട്. ഓക്കെ, അടുത്ത് ഉള്ള സെറ്റിംഗ്സ് ഓപ്ഷൻ നോട്ടിഫിക്കേഷൻസ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ മെയിനിലോട്ട് ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് വരണം. ഇപ്പോൾ കസ്റ്റമറിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ മെയിലിലോട്ടും കാര്യത്തിലോട്ടൊക്കെ വരണം. പിന്നെ സ്റ്റാഫ് നോട്ടിഫിക്കേഷൻസ്, ഫുൾഫിൽമെൻറ്റ് റിക്വസ്റ്റ് നോട്ടിഫിക്കേഷൻസ്, ഇതെല്ലാം നിങ്ങൾക്ക് ഓപ്ഷൻസ് ഓൺ ചെയ്തിടാം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മെയിൽസിലോട്ടൊക്കെ അത് പോകണമെങ്കിലും അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഫുൾഫിൽമെൻറ്റ് റിക്വസ്റ്റ് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. പിന്നെ വെബ് ഹുക്സ് ആയിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടിയായിട്ട് കണക്ട് ചെയ്യാനൊക്കെ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ മെറ്റാ ഫീൽഡ് ആൻഡ് മെറ്റാ ഒബ്ജക്ട്സ്, ഇതൊക്കെ ഡിഫോൾട്ട് ആയിട്ടുള്ള ഓപ്ഷൻസ്. അതിനകത്ത് നമുക്കൊന്നും ചേഞ്ചസ് ചെയ്യാനില്ല. ലാംഗ്വേജസ് നമ്മളിപ്പോൾ ഡിഫോൾട്ടായിട്ട് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജസ് ആണ് വയ്ക്കുന്നത്, വേറെ ലാംഗ്വേജസ് ഒന്നും വയ്ക്കുന്നില്ല. പിന്നെ കസ്റ്റമർ പ്രൈവസിയുടെ ഓപ്ഷൻസ്. ഇപ്പോൾ കസ്റ്റമർ പ്രൈവസിയുടെ ഓപ്ഷൻസ് ആക്ച്വലി നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പോളിസീസ്, ഈ പ്രൈവസി പോളിസീസൊക്കെ നമ്മൾ വെക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അത് ലോ ഏത് കൺട്രിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ലോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഉള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഓപ്ഷൻസ് ആണ് ചോദിക്കുന്നത്. നമ്മൾ ഡീഫോൾട്ടായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓട്ടോമാറ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പോളിസീസ് ഉണ്ട്. അപ്പോൾ അതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ആക്ച്വലി നമ്മൾ തന്നെ ഒരു ഇപ്പോൾ ഇത് ഡീഫോൾട്ടായിട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പോളിസിയാണ്. അല്ലാതെ തന്നെ നമുക്ക് തന്നെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് നമ്മളുടെ ഡീഫോൾട്ട് ആയിട്ടുള്ള പോളിസീസ് ഇവിടെ സെറ്റ് ചെയ്യാം. അടുത്ത ലാസ്റ്റ് ഓപ്ഷൻ പോളിസീസ് ആണ്. അപ്പോൾ നമുക്ക് റിട്ടേൺ ആൻഡ് റീഫണ്ട് പോളിസി, പ്രൈവസി പോളിസി, ടേംസ് ഓഫ് സർവീസ്, ഷിപ്പിംഗ് പോളിസി, കോൺടാക്ട് ഇൻഫർമേഷൻ, ഇതൊക്കെ നമുക്ക് നമുക്ക് ഷോപ്പിഫൈ തരുന്ന അല്ലാതെ തന്നെ ഡീഫോൾട്ട് ആയിട്ടല്ലാതെ നമുക്ക് തന്നെ ഇവിടെ ചെയ്യാം. അതിന് ഏറ്റവും ബെസ്റ്റ് നിങ്ങളിപ്പോൾ ഒരു ChatGPT പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോംസ് നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പം നിങ്ങളുടെ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ചാറ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഐ ആം സ്റ്റാർട്ടിങ് ആൻ ഇ-കോമേഴ്സ് ക്ലോത്തിങ് സ്റ്റോർ. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇതിനു വേണ്ടി കൊടുക്കുകയാണ്. നെയിം ഷണിക. We provide men and women trending clothes. I need privacy. അല്ലെങ്കിൽ അത് ഒരു എബൌട്ട് ആദ്യം കൊടുക്കുക. നീഡ് ഇൻ 200 വേർഡ്സ്. നിങ്ങളുടെ സ്റ്റോറിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് ഒരുപാട് ഇൻപുട്ട് കൊടുത്തതിന് ശേഷം ആക്ച്വലി നമുക്കൊരു എബൌട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അതിന് ശേഷം I need privacy policy to list in my website. ഓക്കെ, അത് നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫോൺ നമ്പർ ഇതെല്ലാം വെച്ചിട്ട് ഒരു പ്രൈവസി ഉള്ള മോഡൽ തരും. We provide
ഈ പ്രോസസ് ഓർഡേഴ്സ്. ആൻഡ് ഇതേപോലെ ഒരു ഷിപ്പിംഗ് പോളിസിയും സെറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഷോപ്പിഫൈ ഡിഫോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക ഒരു വലിയൊരു പാരഗ്രാഫായിട്ടായിരിക്കും കേൾക്കുന്നത്. നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ എക്സാക്റ്റ് ആയിട്ട് നമ്മളെ പോളിസീസ് യൂസേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കിപ്പോൾ കുറച്ചുകൂടെ ട്രസ്റ്റ് യൂസേഴ്സിന് ബിൽഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇങ്ങനെ വലിച്ചുവാരി ഒരുപാട് പാരഗ്രാഫ് എഴുതിയിട്ട് കാര്യമില്ല. യൂസേഴ്സ് വന്ന് നോക്കുന്നത് നമ്മളെ ഷിപ്പിംഗ് പോളിസി, പ്രൈവസി ഒന്നും നോക്കാറില്ല. ഇപ്പോൾ ഷിപ്പിങ്ങും നമ്മൾ റിട്ടേൺ പോളിസിയാണ് വേണ്ടത്. ഇപ്പോൾ അടുത്ത് നമുക്ക് റിട്ടേൺ പോളിസി കൂടെ സെറ്റ് ചെയ്യാം. We provide 7 days, no question asked, return for orders, need റിട്ടേൺ പോളിസി നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ജസ്റ്റ് ഡീഫോൾട്ടായിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് പറയണമെന്നേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള റിട്ടേൺ പോളിസീസ് ഇതേപോലെ വർക്കൗട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വേണ്ടത് പ്രൈവസി പോളിസി ടേംസ് ഓഫ് സർവീസ് വേണം. പിന്നീട് ടേംസ് ഓഫ് സർവീസ് ഓൾസോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ആക്ച്വലി എല്ലാ പോളിസീസും നമുക്കിവിടെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം റിട്ടേൺ ആൻഡ് റീഫണ്ട് പോളിസിക്ക് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഷോപ്പിഫൈ തരുന്ന ഡീഫോൾട്ട് ഇൻസെർട്ട് ടെംപ്ലേറ്റ് ഉണ്ട്, അത് മാറ്റിയിട്ട് നമ്മളേതായിട്ടുള്ള രീതിയിലുള്ള റിട്ടേൺ ആൻഡ് പോളിസീസ് നമുക്കിവിടെ വയ്ക്കാൻ പറ്റും. ഇതിനെ കോപ്പി ചെയ്യുക, ഇവിടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനു വേണ്ടി അത് കൊടുക്കുക, പബ്ലിഷ് ചെയ്യുക. പിന്നെ പ്രൈവസി പോളിസിയുടെ അവിടെയും അവരുടെ ഡീഫോൾട്ടായിട്ടുള്ള ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ആയിട്ടുള്ള ഇവിടെ നിന്ന് എടുത്ത പ്രൈവസി പോളിസീസ് ആഡ് ചെയ്യുക. പിന്നെ ടേംസ് ഓഫ് സർവീസും ഇതേപോലെ ആഡ് ചെയ്യുക. അവരുടെ ഡീഫോൾട്ട് മാറ്റിയിട്ട് ടേംസ് ഓഫ് സർവീസ് നമ്മളത് യൂസ് ചെയ്യും. ഇതൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യുക. ജസ്റ്റ് ChatGPT അതേപോലെ കോപ്പി ചെയ്യില്ലേ, ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് നമ്മളേതായിട്ടുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തുണ്ടോ എന്ന് നോക്കുക. കാരണം ഇതിലൊന്നും ചില ആളുകളൊന്നും ഇതൊന്നും നോക്കാറില്ല. ആക്ച്വലി ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു ഇ-കോമേഴ്സ് സ്റ്റോർ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പോളിസീസ് എല്ലാം ബെറ്റർ ആയിരിക്കണം. എസ്പെഷ്യലി ഷിപ്പിംഗ് പോളിസീസും ഈ റിട്ടേൺ പോളിസീസും ഷിപ്പിംഗ് പോളിസീസും ഈവൻ നമ്മളിപ്പോൾ ഇന്ത്യയിലാണ് അത്ര ഒരു ഇന്ത്യയിലും നിങ്ങളിപ്പോൾ ഈ ഒരു റൈസ് പേ, ഫോൺ പേ പോലെയുള്ള പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ഒക്കെ എടുക്കാൻ നിങ്ങൾ സൈനപ്പ് ചെയ്യുമ്പോഴും അവരാദ്യം നോക്കുന്നത് നിങ്ങളുടെ സ്റ്റോറിലുള്ള ഈ പോളിസീസാണ്. നിങ്ങൾ എന്തൊക്കെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണ്, ഇതെങ്ങനെ നിങ്ങൾ റിട്ടേണും ഈ പ്രൈവസിയും ഷിപ്പിംഗ് പോളിസി എങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെയാണ് അവർ നോക്കുന്നത്. അവരവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. നിങ്ങൾ ഇതില്ലാതെ ജസ്റ്റ് നിങ്ങൾ റൈസ് പേ അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇതൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, അവർ അപ്രൂവ് ചെയ്ത് തരത്തില്ല. അവർ പറയും ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് ഒന്നും അപ്ലൈ ചെയ്യാൻ പറയും. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മൾ എസ്പെഷ്യലി നമ്മളിപ്പോൾ യൂസേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പോളിസീസ് ഇതൊക്കെയാണ്. അപ്പോൾ അത് നമ്മൾ ഇവിടെ വർക്കൗട്ട് ചെയ്യുക. പിന്നെ കോൺടാക്ട് ഇൻഫർമേഷൻസും നമുക്ക് വേണമെങ്കിൽ നമ്മളെ ഡീറ്റെയിൽസ്, ഇമെയിൽസ്, സപ്പോർട്ട് മെയിൽ, ഫോൺ നമ്പർ, കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഇവിടെ സപ്പോർട്ട് ഓക്കെ.
ഓക്കെ, അപ്പോൾ പോളിസീസ് ഇതെല്ലാം സെറ്റായി. അപ്പോൾ ഇത്രയും ആക്ച്വലി ചെയ്യുമ്പോഴാണ് നമ്മൾ സെറ്റിങ്സ് സെറ്റ് ആവുന്നത്. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് നമ്മൾ ബേസ് ആയിട്ടുള്ള സെറ്റിങ്സ് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, പ്രോഡക്ട്സ് ആഡ് ചെയ്യണം, നമുക്ക് കളക്ഷൻസ് ആഡ് ചെയ്യണം, അതിനുശേഷം കസ്റ്റമൈസേഷന് പോകണം. അപ്പോൾ ഈ വീഡിയോ അത്യാവശ്യം ലോങ് ആയി തോന്നുന്നു, അതുകൊണ്ട് നമ്മളിപ്പോൾ അതൊക്കെ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. താങ്ക്